പള്ളിക്കൂദാശക്കാലം 3-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ദേവാലയം ശുദ്ധീകരിക്കുന്നു. പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ദേവാലയത്തെക്കുറിച്ചാണ് യോഹന്നാൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ പരസ്യ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ദേവാലയത്തെക്കുറിച്ചാണ് സമാന്തര സുവിശേഷങ്ങൾ സൂചിപ്പിക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോടൊപ്പം എന്നും ദൈവം സഞ്ചരിച്ചിരുന്നു. കടൽ വിഭജിച്ചും 10 കൽപ്പനകൾ നൽകിയും പാറ പിളർത്തി ജലം നൽകിയും മേലെ തൂണ് സ്ഥാപിച്ചും വാഗ്ദാന പേടകത്തിൽ സാന്നിധ്യമായും പ്രബല രാഷ്ട്രങ്ങളെ അത്ഭുതകരമായി കിഴക്കിയും വാഗ്ദാനം ചെയ്ത കാനാൻ ദേശം സ്ഥിരമായി ദൈവം അവർക്ക് നൽകി. ദാവീദിന്റെ മകൻ സോളമന്റെ കാലത്ത് തനിക്ക് വേണ്ടി ഒരു ദേവാലയം പണിയാൻ നീളവും വീതിയും ഉയരവും ഉപയോഗിക്കപ്പെടേണ്ട മരങ്ങളും കല്ലും വരെ എന്തായിരിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞുകൊടുത്തു. അങ്ങനെ സഞ്ചാരിയായ ദൈവത്തിന് സ്ഥിരമായ ഒരു ആലയം ഭൂമുഖത്ത് രൂപം കൊണ്ടതാണ് ജെറുസലേം ദേവാലയം. ദൈവത്തെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ദേവാലയം എത്ര അപ്രാപ്യമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് 1 രാജാക്കന്മാർ 8:27 അത് നിർമ്മിച്ച സോളമൻ പോലും അത് ദൈവത്തിന് സമർപ്പിച്ചത്. എന്നിട്ടോ നാടുനീളെ നടന്ന് 700-ൽ പരം ഭാര്യമാരെ സമ്പാദിച്ച സോളമൻ അവരുടെ പ്രീതിക്കായി അവരുടെ ദേവന്മാർക്കും ക്ഷേത്രങ്ങൾ പണിത് ദേവാലയത്തിന്റെ പ്രസക്തി നഷ്ടമാക്കി. ശിഷ്യയായി 2 പ്രാവശ്യം തനിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ദേവാലയം നാശകൂമ്പാരമാക്കാൻ ദൈവം ഇടയാക്കി. അനുസരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദേവാലയം പുനർനിർമ്മിക്കാൻ ദൈവം അനുവദിച്ചു. അവസാനം മതപുരോഹിതന്മാരുടെ കയ്യിൽ അധികാരം വന്നണഞ്ഞപ്പോൾ ദേവാലയത്തെ കച്ചവട കേന്ദ്രമാക്കിയ സാഹചര്യത്തിലാണ് തന്റെ ആലയത്തോടുള്ള തീഷ്ണതയാൽ നിറഞ്ഞ് അവൻ അവരെയൊക്കെ ആട്ടിപ്പുറത്താക്കുന്നത്. തങ്ങളുടെ ദൈവിക പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്തു തുടങ്ങിയ അവൻ ഇപ്പോൾ തങ്ങളുടെ വരുമാന മാർഗങ്ങളിലേക്ക് കടന്നു കയറിയതിനാൽ അവനെ നശിപ്പിക്കുവാൻ സൻഹെദ്രിൻ സംഘം തീരുമാനമെടുത്തു. ദൈവിക താൽപര്യങ്ങളെക്കാൾ മാനുഷിക താൽപര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത അവർ അവന്റെ രക്തത്തിന്റെ ശാപം തങ്ങളുടെ മേലും തങ്ങളുടെ തലമുറകളുടെ മേലും പതിച്ചുകൊള്ളട്ടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് ദൈവത്തെ തന്നെ കുരിശിൽ തറച്ചു കൊന്നു. അതോടെ ഒരിക്കലും നശിക്കപ്പെടുകയില്ല എന്ന് അവർ ധരിച്ചവനായ ആ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദൈവം നശിപ്പിച്ചു. അതിന്റെ സ്ഥാനത്ത് തിരുസഭയെ സ്ഥാപിച്ചു. കുടുംബങ്ങളാണ് തിരുസഭയുടെ പതിപ്പുകൾ. യേശു ഈ കുടുംബത്തിന്റെ നായകൻ എന്ന് എഴുതിവെച്ച് നാം ഇന്നതിനെ ഏറ്റുപറഞ്ഞു. അവന്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവന്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്തു. മനുഷ്യഹൃദയങ്ങൾ തന്റെ ആലയമാക്കി. 1 കൊരിന്തോസ് 3:37. മാറ്റി അപരനിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടെത്തി എളിയവരിൽ ഒരുവന് നന്മ ചെയ്തു കൊടുത്തപ്പോൾ തനിക്ക് തന്നെയാണ് നന്മ ചെയ്യുന്നതെന്ന് അവൻ പഠിപ്പിച്ചു. മത്തായി 25:40. കോടികൾ മുടക്കി ദേവാലയ സമുച്ചയങ്ങൾ നിർമ്മിച്ച് അവനെ പ്രീതിപ്പെടുത്താമെന്ന് നാം കരുതുന്നു. ഈ ധൂർത്തിന് പല ന്യായീകരണങ്ങളും കണ്ടെത്തുന്നു. അതിനെ അനുകരിച്ച് ജനങ്ങളും ബ്രഹ്മാണ്ഡമായ വീടുകൾ പണിതു കൂട്ടുന്നു. പക്ഷേ വസിക്കാൻ ആളില്ലാത്ത ലക്ഷക്കണക്കിന് വീടുകൾ കൊണ്ട് നാട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പണം കുന്നുകൂടുന്നിടത്ത് ദൈവം വസിക്കുന്നില്ല. കാരണം പണമാണ് അവിടെ ദൈവം. ആദ്യ കുടുംബങ്ങളിൽ മക്കളെ വെട്ടിക്കുറച്ചു. ഭ്രൂണഹത്യയ്ക്ക് നിയമസാധുത നൽകി. വിവാഹ ജീവിതം ആഗ്രഹിക്കാത്തവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ലിവിംഗ് ടുഗദർ സംസ്കാരം പടർന്നു പന്തലിക്കുന്നു. സ്വവർഗ വിവാഹം വ്യാപകമാകുന്നു. എല്ലാറ്റിനും ഒടുവിലായി പണം സമ്പാദിക്കാൻ ആദ്യം അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയിരുന്ന പ്രവണത പെട്ടെന്ന് വിദേശങ്ങളിലേക്ക് വർദ്ധിച്ചു. കുടിയേറുന്ന മക്കൾക്ക് ദൈവത്തെ ഒഴികെ എല്ലാം നാം തരമാക്കി കൊടുത്തു. ദൈവമില്ലാത്ത നമ്മുടെ കുടുംബങ്ങൾ ലോകമെങ്ങും വ്യാപിക്കുന്നു. മോഹിച്ച് പണിതുയർത്തിയ ലക്ഷക്കണക്കിന് വീടുകൾ അനാഥമായി തീർന്നിരിക്കുന്നു. അപ്പാദീനപ്പെട്ടു പോകുന്ന നമ്മുടെ വീടും സ്ഥലവും വാങ്ങാൻ അന്യമതസ്ഥർ വട്ടമിട്ട് പറക്കുന്നു. കേരള സഭ ഇന്ന് ഒരു വൃദ്ധസദനമായി മാറിയിരിക്കുന്നു. വിദേശ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ 1-ാം പൗരന്മാരായി ജീവിച്ചിരുന്നവർ നിറത്തിന്റെ പേരിലും സംസ്കാരത്തിന്റെ പേരിലും താറടിക്കപ്പെട്ട് 2-ാം തരക്കാരായി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെടുന്നു. അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന അസന്നദ്ധാവസ്ഥയിലാണ് നമ്മുടെ യുവതലമുറ ചെന്നുപെട്ടിരിക്കുന്നത്.
സത്യദൈവത്തെ മറന്ന് അന്യദൈവന്മാരെ തേടിപ്പോയ യഹൂദ വംശത്തിന് സംഭവിച്ച അപ്രഭംശം നമ്മുടെ തെറ്റായ വഴികൾ കാരണം നമ്മുടെ തലയിലും വന്നു വീഴുമോ? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ നിന്ന്, നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന്, നമ്മുടെ ഇടവകയിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്നൊക്കെ ദൈവം പടിയിറങ്ങി പോയിട്ടുണ്ടോ?